എനിക്ക് ഈ ഉപദേശം ഒത്തിരി ഒത്തിരി കിട്ടിയിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തില്. അപ്പൊ അതുകൊണ്ട് ഈ മോഹൻലാൽ ഒരു സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, അവരുടെ നാരോ മൈൻഡഡ് ആയിരിക്കും, അവർ റേസിസ്റ്റ് ആയിരിക്കും, അവര് ഏജ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് പ്രായമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ റെസ്പെക്ട് ചെയ്യാം. നമ്മൾ ഈ കുറെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വില കൽപ്പിക്കും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ അതിനേക്കാളും മുകളിലാണ് അവർ ചിന്തിക്കുന്നത് തന്നെ. സോഷ്യൽ മീഡിയ ആയിരിക്കാം ഒരു പരിധി വരെ, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കും. 20 വയസ്സുള്ള ഒരാൾ 41 വയസ്സുള്ള ഒരാളെയും റെസ്പെക്ട് ചെയ്യണോ, അതോ ഇത്ര സർട്ടൻ ഏജ് കഴിഞ്ഞ ആൾക്കാരെ മാത്രം റെസ്പെക്ട് ചെയ്താൽ മതിയോ? Respect is not equal to obedience. Hello and welcome to Bilingual with Disney. Thank you, Jeet, for coming. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, പ്രായം ബഹുമാനം അർഹിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എവറി സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഏജ്. എല്ലാവരും ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം അവർ അർഹിക്കുന്നുണ്ടോ ആ ഒരു പ്രായം കൊണ്ട് മാത്രം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജീത്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? അങ്ങനത്തെ ഒരു സ്വന്തം ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം? അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓർത്തു പറയാൻ പറ്റിയ ഇൻസിഡൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായം ഒരു പാരാമീറ്റർ ആക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പൊ ഇൻ ജനറൽ നമ്മൾ നോർമലായിട്ട് എല്ലാ ആൾക്കാരെയും ബഹുമാനിക്കണം. അപ്പൊ അതുപോലെ അത് പ്രായമായതുകൊണ്ട് മാത്രം ഒരാൾ ബഹുമാനിക്കപ്പെടേണ്ടതില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പം നമ്മളെക്കാളും പ്രായത്തിൽ ചെറുതായ ആൾക്കാരെയും നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് ബഹുമാനിക്കുക, ബി നൈസ് ടു അതേഴ്സ്. ഇപ്പം ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു വളർന്നു വന്നൊരു സൊസൈറ്റിയിൽ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഈ പറയുന്നതെല്ലാം കേൾക്കുക, മറുത്ത് ഒന്നും പറയാതിരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് പലരും റെസ്പെക്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ശരിക്കും അങ്ങനല്ല. ഇപ്പൊ നമ്മളിപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഒരു വ്യക്തി ഇപ്പം മുതിർന്ന ഒരാള് പറയുന്നത് ചിലപ്പോൾ അവരുടെ അനുഭവ സമ്പത്ത് വെച്ചും അങ്ങനെ പല അവർ വളർന്ന സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും പറയുന്നത്. അപ്പൊ അതൊന്നും ചിലപ്പം അടുത്ത ജനറേഷനിൽ പെട്ട ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് തോന്നണമെന്നില്ല, ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. അപ്പൊ രണ്ട് രീതിയിലും വരാം. ഈ പറയുന്ന കണക്ക് നമ്മളെല്ലാം ഒരു ഹൈൻസൈറ്റിൽ പറയുമല്ലോ, അതായത് നമ്മളൊരു ഔട്ട്കം വെച്ചിട്ട് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പം ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരി ഒരു കാര്യം ചെയ്തു, അത് പാളിപ്പോയി കഴിഞ്ഞാൽ മുതിർന്നവർക്ക് എളുപ്പത്തിൽ പറയാം, കണ്ടോ നമ്മൾ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട്. അപ്പൊ പിന്നെ അവിടെയും റെസ്പെക്ട് അല്ലെങ്കിൽ അത് പറയത്തില്ലോ, അവർ മുതിർന്നവരെ ബഹുമാനിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. അപ്പം അത് എനിക്ക് തോന്നിയത് നമ്മള് എന്താ പറയാ, അത് നമ്മളതിനെ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നില്ലെന്നാണ്. റെസ്പെക്റ്റും അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നമ്മളതിന് ഒബീഡിയൻസും രണ്ടും നമ്മൾ ഇന്റർലിങ്ക് ചെയ്താണ് കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഒബീഡിയൻസ് ആണ് റെസ്പെക്ടിന്റെ മാനദണ്ഡം അല്ലെ. നമ്മള് ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെയും നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾക്ക് പ്രകടമാക്കാതെയും നമ്മൾ അതേപടി അത് അനുസരിക്കുന്നു, അപ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്തു. അപ്പൊ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നാകും. അപ്പൊ ആ ഒരു റെസ്പെക്ടിന്റെ മാനദണ്ഡം തന്നെ ഇന്ത്യയിലേത് മാറ്റണം. ഇപ്പം ഞാൻ ആക്ച്വലി ഇതിന് തന്നെ സപ്പോർട്ടാണ്. എനിക്ക് പേഴ്സണലി ഈ ചേച്ചി ചേട്ടൻ എന്നൊക്കെ നമ്മൾ റെസ്പെക്ട് കാരണം വിളിക്കുമല്ലോ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ, എനിക്ക് അത് തന്നെ വേണമെന്നില്ല. ഇനി ചിലപ്പോൾ എനിക്ക് പ്രായം കൂടിയത് കൊണ്ട് ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ എനിവേ എനിക്ക് അങ്ങനെ എന്റെ സ്വന്തം ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലാതെ ജനറലി ആൾക്കാർ എന്നെ അങ്കിൾ ആന്റി അങ്ങനെ വിളിച്ചില്ലെങ്കിലും എനിക്ക് പൊതുവെ എന്റെ വില കുറഞ്ഞു പോകുന്നതായി എനിക്ക് തോന്നാറില്ല. ഇപ്പൊ ഇവിടെ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചെന്നെ വിളിക്കുന്നത് മിസ് ഡിസ്നി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു റെസ്പെക്ട് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് വളരെ ഒരു സ്ട്രേഞ്ച് കൾച്ചറാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ, അതേ നമ്മൾ തന്നെ പറയത്തില്ലേ, സ്ട്രേഞ്ചേഴ്സിനെ പേടിക്കണം എന്ന് നമ്മൾ പറയും. പക്ഷെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയും. നമ്മൾ ഇതിന്റെ വേറൊരു പരിചയമില്ലാത്ത ഒരാളെ നമ്മള് ഇപ്പൊ ചേട്ടാ ചേച്ചി അങ്ങനെ പറഞ്ഞാണ് വിളിച്ചു തുടങ്ങുന്നത് തന്നെ. പക്ഷെ അതിനകത്ത് ഒരു പാട്ടെടുത്താൽ അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് എന്നല്ല പറയേണ്ട, ഒരു ദുഃഖകരമായ ഒരു പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഈ റെസ്പെക്ട് ചെയ്യണം എന്ന് കുട്ടികളോട് പറയുന്ന ഈ എൽഡേഴ്സ് തന്നെയായിരിക്കും പലതവണയും നമ്മൾ വാർത്തകളിൽ കാണാറുള്ള ഫിസിക്കലി, ഇമോഷണലി, വെർബലി ഇവരെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രായമായതുകൊണ്ട് മാത്രം നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നത്
എന്റെ ഒരു കാഴ്ചപ്പാടില്, എന്റെ ഒരു ഒപ്പീനിയനില് ഇറ്റ് ഈസ് ജസ്റ്റ് ആ സെയിം ആ നമ്മൾ ഐ ആം ടോൾ യു ഷുഡ് റെസ്പെക്ട് മീ. കാരണം അതെന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള എന്റെ ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്ന പോലെയാണ്. പണ്ടത്തെ കാലത്തെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒരു ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം, നമുക്ക് പണ്ട് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഗൂഗിൾ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമാണല്ലോ ഗൂഗിൾ വന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഇവരുടെ എക്സ്പീരിയൻസ് ഇവർക്കുണ്ട്. അപ്പൊ ആ അനുഭവ ജ്ഞാനം, വിസ്റ്റം അതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഓ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്കിപ്പോ ഒരു കാര്യം, ഒരു നോളജ് അല്ലെ വേണമെങ്കിൽ തന്നെ നമുക്ക് വേറെ പല മാർഗങ്ങളുണ്ട് കറക്റ്റ് ആയിട്ടുള്ള 100% ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് കിട്ടാൻ. ഇവരെക്കാളിലും മെച്ചമായിട്ടുള്ള പല മാർഗങ്ങളുണ്ട് താനും. അതുപോലെ തന്നെ ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കുകയല്ല നമ്മൾക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ പോകുന്ന എന്റെ പർട്ടിക്കുലർ ജോലിയുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ ജീവിച്ച സ്ഥലങ്ങള്, ഇങ്ങനത്തെ എന്റെ എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കെ ഒരാൾ പ്രായമായി എന്നെക്കാൾ മുതിർന്നതാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെന്നോട് പറയുന്ന ഒരു കാര്യം ശരിയായി കൊള്ളണമെന്ന് തന്നെ നിർബന്ധമില്ല. പിന്നല്ലേ അത് അനുസരിക്കുന്നത്. അപ്പൊ നമ്മളത് അനുസരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്, നമ്മൾ തന്റേടിയാണ്, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള ഒരു ലേബിൾ നമുക്ക് വീഴുവാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി അങ്ങനെ അനുഭവം തന്നെയുണ്ട്. ഞാൻ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ട് എന്റെ ജീവിതത്തിൽ നന്നായിട്ടുള്ള അനുഭവങ്ങളാണ് എനിക്ക് ഏറെ ഉള്ളത്. പറയുന്നത് കേൾക്കാതിരുന്നിട്ടെന്നുള്ളതാണ്. കാരണം ഞാനത് എനിക്ക് മനസ്സിലാകുവാണ്, ഓക്കെ ഇന്നയാളുടെ പ്രായ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എന്റെ അടുത്ത് ഒരു ഉപദേശം തന്ന ആൾക്ക് എന്നെക്കാൾ ഒരു 19 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ പ്രായ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അല്ല എന്റെ എക്സ്പീരിയൻസ്. അപ്പം എനിക്ക് കുറച്ചും കൂടെ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാൻ അല്ല അവരുടെ പ്ലാന്. അവര് കണ്ട ലോകം എന്ന് പറഞ്ഞാൽ അവർ സഞ്ചരിച്ചിട്ടുള്ള നാടുകൾ ആ ലോകമാണ്. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്, എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ് അത് വെച്ച് നോക്കുമ്പോൾ എന്റെ തീരുമാനമാണ് കറക്റ്റ്. അപ്പൊ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ട് ഞാൻ ചെയ്ത തീരുമാനമായിരുന്നു കറക്റ്റ്. അത് ഒരു തവണയല്ല കേട്ടോ, പലതവണ എന്റെ ജീവിതത്തിൽ അതെനിക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഇതാണല്ലോ ഉപദേശം. ലൈക്ക് അൺനെസറി ആയിട്ട് അവർ തരുന്ന അഡ്വൈസ്, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം. അല്ല, ഇതിപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. ഇപ്പം മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് ഓൾവേസ്. പിന്നെ നമുക്കിപ്പം വേണ്ടപ്പെട്ടവരായാലും നമ്മുടെ കുടുംബമായാലും ദേ ഡിസേർവ് സം എമൗണ്ട് ഓഫ് റെസ്പെക്ട്. അപ്പൊ അതിലെല്ലാം നമ്മൾ ഓക്കെയാണ്. ഇതിനകത്ത് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പേഴ്സൺ. നമുക്ക് ഓരോരുത്തർക്കും അത് യുണീക്ക് ആണ്. ഇപ്പം എന്റെ അനുഭവം ആയിരിക്കില്ല എന്റെ ചുറ്റും കാണുന്നവർക്ക്, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന അനുഭവം ആയിരിക്കില്ല എനിക്ക് കിട്ടുന്നത്. അപ്പം ഡിസ്നി പറഞ്ഞില്ലേ, ഇപ്പൊ പല കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. നമുക്ക് കറക്റ്റായിട്ട് തോന്നുമ്പോഴും ചിലപ്പം നമ്മളെ വേറെ രീതിയിൽ ഉപദേശിച്ചവർക്ക് അത് വേറെ രീതിയിലായിരിക്കും തോന്നുന്നത്. കണ്ടോ, അവർക്ക് അത്ര സന്തോഷമായില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പോകാത്തത് കൊണ്ട് അത് അവരുദ്ദേശിച്ച സക്സസിൽ എത്തിയില്ല എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ എക്സ്പീരിയൻസ് യുണീക്കാണ്. അപ്പം ഞാൻ അതിനെ കാണുന്നത്, റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നത് ചെയ്തതുകൊണ്ടോ മാത്രമല്ല. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടം, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ നാട്ടിലൊക്കെ നമ്മൾ സാധനം എടുത്ത്, പണ്ടൊക്കെ, ഇപ്പം എല്ലാം മാറി, ഇപ്പൊ നാട്ടിലും സിവിക് സെൻസ് ഒരുപാട് കൂടി. അപ്പൊ നമ്മൾ നാട്ടിലൊരു സാധനം എടുത്ത് ഇപ്പൊ ഞാൻ റോട്ടിൽ എറിയുന്നു എന്ന് വിചാരിക്കുക, ശരിക്കും അതുപോലും ഐ ഡോണ്ട് കെയർ അബൌട്ട് എനി വൺ, ഐ ഡോണ്ട് റെസ്പെക്ട് എനി വൺ. ശരിക്കും അതാണ്. ഇപ്പൊ നമ്മള് നടന്നു പോകുമ്പോൾ നമ്മൾ ഡോർ പിടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് യു ആർ റെസ്പെക്ടിങ് ലൈക്ക് ദ പേഴ്സൺ ഹു ഈസ് കമ്മിങ് ബിഹൈൻഡ് യു. അപ്പം റെസ്പെക്ട് എന്ന് പറയുന്നത് പലതരത്തിലും ആവാം. ഞാനിപ്പോ ഒരാൾ പറയുന്ന ഒരു കാര്യം അത് ഉൾക്കൊണ്ട് നമ്മളത് ആക്ട് ചെയ്യുന്നു, ആൻഡ് ഐ റെസ്പെക്ട് ഹിം ഫോർ ഹിസ് കെയർ ടുവേർഡ്സ് മീ. അപ്പം അങ്ങനെയും കാണാം, മനസ്സിലായി. അല്ലാതെ ഇപ്പം അയാൾ പറയുന്നത് ചെയ്താൽ മാത്രമേ റെസ്പെക്ട് ഉണ്ട് എന്നുള്ളതില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം, ഇതിപ്പോ ഞാൻ ഓഫ് ടോപ്പിക് ആവാം. നമ്മുടെ ഫിലിം ഫ്രട്ടേണിറ്റിയിൽ പണ്ട് അഞ്ജലി മേനോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ മലയാളം മീഡിയ അറിയില്ലേ, എപ്പോ നോക്കിയാലും ഈ ഫിലിം സ്റ്റാറിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും റെസ്പെക്ട് ചെയ്യുന്ന എപ്പോ നോക്കിയാലും രണ്ടുപേരാണ്. ഞാൻ നോക്കിയിട്ട് 10-20 വർഷമായിട്ട്, മമ്മൂട്ടി, മോഹൻലാൽ, അവരെ കുറിച്ച് മാത്രം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുക. സൂപ്പർ സ്റ്റാർ. അപ്പൊ എന്തോന്നാലും ഇവരെ കുറിച്ച്. അപ്പം ഈ അഞ്ജലി മേനോന്റെ അടുത്ത് ഇതുപോലെ ഈ ബാംഗ്ലൂർ ഡേയ്സ് പറഞ്ഞ മൂവി ചെയ്തപ്പം ഈ 3 അന്നത്തെ അപ്കമിങ് സ്റ്റാർസ് ഉണ്ടല്ലോ, ദുൽഖർ, നവീൻ, ഫഹദ് ഫാസിൽ. അപ്പം ഇവരെ 3 കുറിച്ച് ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞത്
അവര് ശരിക്കും പറഞ്ഞാല് ഒരു ഭയങ്കര പ്രൊഫഷണൽ, ഇപ്പൊ പാർവതി ഉൾപ്പെടെ, അപ്പൊ അവർ പറഞ്ഞത് ഒരു പ്രൊഫഷണലി ഒരു ടോപ്പ് ക്ലാസ് ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് ഐ റെസ്പെക്ട് ദം. പ്രായത്തിൽ അവര് എനിക്ക് തോന്നുന്നു അഞ്ജലിക്കാഴും അത്ര മുതിർന്നവരൊന്നും അല്ല. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞത് ഐ റെസ്പെക്ട് ദം. അപ്പൊ പുള്ളിക്കാരി എന്ന് പറഞ്ഞത് ദേ ഡിസേർവ് റെസ്പെക്ട്. കാര്യം അവരുടെ പ്രൊഫഷണലിസം കൊണ്ടും. അപ്പൊ അന്ന് ഞാൻ കേട്ടപ്പോ നോട്ട് ചെയ്താണ്, അപ്പൊ പ്രായമല്ല അതൊരു മാനദണ്ഡം. നമുക്ക് പല കാരണങ്ങളും കൊണ്ട് നമുക്ക് റെസ്പെക്ട് തോന്നാം. റെസ്പെക്ട് ഈസ് ടു ബി ലൈക്ക് ഏൺഡ്. അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നെക്കാളും പ്രായം കുറഞ്ഞ എന്റെ നെഫ്യൂസ് ആൻഡ് നീസസ് അവരുടെ ജീവിതത്തിന്റെ ഐഡിയാസ്, ലൈക്ക് എന്നെക്കാളും 10 വർഷമൊക്കെ പ്രായം കുറഞ്ഞ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം, ഒരു പല തവണയും എന്റെ നെഫ്യൂ ഒക്കെ എന്നെക്കാട്ടിലും വളരെ ഉയർന്ന ചിന്താഗതിയിൽ ചിന്തിച്ചുകൊണ്ട് എന്റെ അടുത്ത് ഞാനൊരു ചെറിയൊരു എന്തോ ഒരു കാര്യം വന്നപ്പോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ ഒരു ഇഷ്യൂ, ലൈക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ വന്നു. അപ്പൊ ഞാൻ അതിനെ ഇങ്ങനെ വലുതാക്കാൻ അറിയാതെ എന്റെ ഒരു ടെൻഡൻസിയാണ്, അതിനെ ഇങ്ങനെ വലുതാക്കാൻ ഞാൻ നോക്കിയപ്പം എന്റെ അടുത്ത് അവൻ പറയാ, ചേച്ചി, ലൈക്ക് അവൻ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്, അവനോട് പറയാ, ചേച്ചി ഇതൊരു ചെറിയ കാര്യമല്ലേ, നമുക്കിതിനെ വെറുതെ വിട്ടുകൂടെന്ന്. അപ്പോൾ എനിക്ക് അവനോട് തോന്നിയ റെസ്പെക്ട്, ആ ഒരു ഒറ്റ കാര്യത്തിന്റെ വില എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാണ്, ദൈവമേ എനിക്ക് പ്രായമേ കൂടിയിട്ടുള്ളൂ, അവന്റെ പക്വതയോ ഒന്നും എനിക്കില്ല. അതാണ് ഡിസേർവ് റെസ്പെക്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ജനറേഷൻ ആണെന്ന് തോന്നുന്നു കൂടുതലും അത് മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ ഉപദേശം ഒത്തിരി ഒത്തിരി കിട്ടിയിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തില്. അപ്പൊ അതുകൊണ്ട് ഈ മോഹൻലാൽ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, എന്നെ ഒന്ന് തല്ലിക്കോളൂ പക്ഷെ ഉപദേശിക്കരുതെന്ന്. അവൻ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്റെ. നമ്മളിങ്ങനെ ഉപദേശം കേട്ട് നമുക്ക് അതിനോടൊരു ഭയങ്കരമായിട്ട്, അപ്പൊ ചില കാര്യങ്ങൾ നല്ലതാണ് പറയുന്നെങ്കിൽ പോലും നമുക്ക് കേൾക്കാൻ തോന്നൂല, ബിക്കോസ് ഓഫ് അത്രയ്ക്കും ഉപദേശം കേട്ടിട്ട്. അപ്പൊ എനിക്കിത് കേട്ട് എനിക്ക് പൊതുവെ ഉപദേശത്തിനോട് ഇങ്ങനെ മടി ആയതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ തോന്നി, ഈശ്വര ഞാൻ വേറൊരാളെ ഉപദേശിക്കാൻ പാടില്ലാന്നേ. ഇതിനകത്ത് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്ന വെച്ചാല്, പ്രായമായതുകൊണ്ട് ഒരാൾ ബഹുമാനിക്കപ്പെടണം എന്ന് നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ, അപ്പൊ ആ കുട്ടി വളർന്നു വരുമ്പം ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു വിധേയത്വം എപ്പോഴും ഉണ്ടാവും. അതായത് പ്രായമുള്ളവർ എന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ അത് അനുസരിക്കുന്നതിൽ മാത്രമല്ല, എന്ത് ആക്ഷൻ ചെയ്യുമ്പോഴും ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും ചിന്തിക്കും അവരെന്ത് വിചാരിക്കും, ആ മുതിർന്നവർ എന്ത് വിചാരിക്കും. ശരിക്കും ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റിയെടുക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പം എനിക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അതായത് ഇങ്ങനെ പീപ്പിൾ പ്ലീസിങ് മാത്രമല്ല കാര്യം, അതൊരു നമുക്ക് ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. എന്ന് വെച്ചാല് ആ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ ലൈഫ് ലോങ് സർവൈവ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവര് ഒരുപാട് കാര്യങ്ങള് മുതിർന്നവർക്ക് അത് വിഷമം വരരുത് എന്ന് വെച്ചിട്ട് ചെയ്യാതെ ഒരുപാട്. അപ്പൊ ഞാൻ പറയുന്നത് മോശം കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്ക് ചില കാര്യങ്ങളും ഡിസിഷൻ മേക്കിങ്ങും എല്ലാം പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അത് ഞാൻ പറഞ്ഞത് ലൈഫിന്റെ കാര്യത്തിൽ. അപ്പൊ അത് ഈ ഒരു വിധേയത്വം ഈ ഒരു അപ്ബ്രിങ്ങിങ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിൽ അതിപ്പം ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് അതൊരു ആവശ്യമായിരുന്നു. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് വഴിയാണല്ലോ. ഇപ്പം ഒരാള് എന്താ പറയാ, പണ്ട് ഹണ്ടിങ് കാലഘട്ടം തൊട്ട് അത് ഒരാളുടെ കൂടെ പോയി പഠിച്ചാലേ അത് കിട്ടത്തുള്ളൂ, വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. അപ്പം ഗുരുത്വം ഇല്ലാത്തവൻ രക്ഷപ്പെടില്ല, കാര്യം ഗുരുത്വമുള്ളവർക്കേ അത് കിട്ടത്തുള്ളൂ. അപ്പം ആ ഇൻഫർമേഷൻ പാസ് ആവത്തുള്ളൂ. അപ്പം ത്രൂ ജനറേഷൻസ് അവര് കയറി പോത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല, കാലഘട്ടം മാറി. പിന്നെ ഈ പറഞ്ഞ കണക്ക് രാജ ഗുരു അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെ തന്നെ മാറിയല്ലോ. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഇൻഫർമേഷൻ റെഡിലി ആക്സസിബിൾ ആണ്. പക്ഷെ അതിന് വേറൊരു കാര്യം, ഈ പ്രായത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ശരിക്കും എനിക്ക് തോന്നുന്നത് ദേ ഡിസേർവ് മോർ റെസ്പെക്ട്. കാര്യം നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അവരെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. ഞാൻ ഉദ്ദേശിച്ചത് പോസിറ്റീവ് സൈഡില്. അതായത് നമ്മൾ ഈ കുറെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വില കൽപ്പിക്കും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അവര് വളരെ നൈസായിട്ടാണ്, വെച്ചാൽ നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷെ അവര് അതിനേക്കാളും മുകളിലാണ് അവർ ചിന്തിക്കുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ആയിരിക്കാം ഒരു പരിധി വരെ, അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കാം. നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൂടെ കടന്നു പോകും. ഇപ്പോഴത്തെ കാലത്ത് അവർക്ക് അങ്ങനെ സർവൈവൽ മോഡ് അവർ സേഫ് ആണ്. കാര്യം തിങ്സ് ആർ റെഡിലി അവൈലബിൾ. അവർക്ക് ഇപ്പം എഡ്യൂക്കേഷൻ ആയാലും ബേസിക് കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പൊ അവർ അതിന്റെ മുകളിൽ നിന്നാണ് ചിന്തിക്കുന്നത്, അതായത് എങ്ങനെ അതിന്റെ വളരെ വളരെ ഉയരങ്ങളിലേക്ക് പോകാം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നാട്ടിലായാലും കരിയർ ഓറിയന്റഡ് ആയാലും ഇപ്പൊ പല ടൈപ്പ്. ഇപ്പൊ എനിക്കൊന്ന് പണ്ടൊക്കെ ഡോക്ടർ എഞ്ചിനീയർ മാത്രം ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പം ഞാൻ അങ്ങനെ പ്രൊഫഷന്റെ പേര് കേൾക്കാറില്ല. മേ ബി അതിന്റെ ഡൗൺ സൈഡ് എന്ന് മുതിർന്ന ജനറേഷൻ പറയുമായിരിക്കും. ആൾക്കാർ ഇപ്പൊ രാജ്യങ്ങളുടെ പേരാണ് ന്യൂ ജനറേഷൻ പറയുന്നത്. അപ്പൊ അതിനകത്തും ഞാൻ പോയിട്ട് പലരും എന്താ പറയാ, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ യങ്ങർ ജനറേഷൻ ശരിക്കും ഇപ്പോഴത്തെ 20s ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ
ചിന്തിക്കുന്നത് തന്നെ വേറെ ലെവലിലാണ്. അപ്പൊ നമുക്കൊന്നും അതിനോട് പിടിക്കാം, എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ വെച്ച് കമ്പയർ ചെയ്യുവാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്കറിയാവുന്ന എന്റെ നെഫ്യൂസ് ആൻഡ് നീസസ് എന്നെക്കാളിലും നന്നായി അവരുടെ ചിന്താഗതിയൊക്കെ എന്നെക്കാളിലും എന്റെ ആ സമയത്ത് എന്റെ പ്രായത്തിൽ എനിക്കിപ്പോ അവർക്ക് 20 വയസ്സ്, എനിക്ക് 20 വയസ്സുള്ളപ്പത്തേനെക്കാട്ടിലും അവർക്ക് 20 വയസ്സുള്ളപ്പോ എന്നെക്കാളും വിസ്റ്റം അവർക്കുണ്ട്. അപ്പൊ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് ഒന്നുമില്ല, അവരിൽ നിന്ന് എനിക്ക് പഠിക്കാനാണ് ഏറെ ഉള്ളത്. അവർ ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നധികം ചിന്തിക്കാത്ത ആൾക്കാരാണ്. നമ്മൾ കഴിഞ്ഞ് നമ്മളുടെ ഏജ് ആണെന്ന് തോന്നുന്നു ഏറ്റവും അധികം അത് ചിന്തിച്ച ഒരു ഏജ്. നമുക്ക് ഇൻഡയറക്ട്ലി നേരത്തെ ജീത്ത് പറഞ്ഞ പോലെ പ്രായമുള്ളവർ എന്ത് വിചാരിക്കും, അവരെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ഉള്ളത് കേട്ട് 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 നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ട്, ഓ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നെഗറ്റീവായിട്ടൊന്നും തോന്നരുതെന്ന്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന്. ചിലപ്പോ നമുക്ക് അത് എവിടെയോ കിടപ്പുണ്ട്, ഒയ്യോ നേരാ, ഓ വെറുതെ ഒത്തിരി പേരെ വെറുപ്പിക്കണ്ടാന്ന്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല ആക്ഷനിലും അത് പ്രകടമാകും. നമുക്ക് ചിന്തിക്കുന്ന പോലും അങ്ങനെയാണ്. അതായത് ഓക്കെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ അപ്പൊ അവർക്കെല്ലാം പ്ലീസിങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക. പക്ഷെ അത് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യം ചിലപ്പോൾ ബാക്കി 90% വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇത് കാരണം നമ്മൾ ആ 10% ഒതുങ്ങിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൾച്ചർ അതാണ്. ഇവിടെ ആരും പ്രായത്തിന്റെ പേരിൽ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് പ്രായത്തിന്റെ പേരിൽ സീറ്റ് കൊടുക്കണം ബസ്സിൽ എന്നുള്ളത് വേറൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അവരുടെ ഫിസിക്കലി അവർ വീക്ക് ആയതുകൊണ്ടാണ്. പക്ഷെ അല്ലാതെ വേറെ ഒരു തരത്തിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഒരാൾക്ക് പ്രായമായി എന്നുള്ള കാരണം കൊണ്ട് മാത്രം. അല്ല ഞാൻ പറഞ്ഞത് നാട്ടില് എനിക്ക് തോന്നിയത് ഇപ്പൊ നാട്ടിലുള്ള യുവതലമുറ ചിന്തിക്കുന്നത് വേറൊരു തലത്തിലാണ്. എനിക്ക് തോന്നുന്നത് നാട്ടിലൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് അതിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ഇപ്പം യങ്ങർ ജനറേഷൻ വളർന്നു വരുന്നത് തന്നെ. അപ്പം ഒരുപാട് പേര് ഇപ്പൊ ഈ പറഞ്ഞ റെസ്പെക്ടിന്റെ കാര്യത്തിൽ ശരിക്കും എനിക്ക് തോന്നുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് ഇൻ ജനറൽ. അതായത് എല്ലാവരെയും. കുറെ നെഗറ്റീവ്സ് പറയാൻ പറ്റുമായിരിക്കും ഇപ്പൊ പുതു തലമുറയെ കുറിച്ച്. നമുക്കിപ്പം നെഗറ്റീവ്സ് ഒരുപാടുണ്ട്, ഇപ്പൊ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷെ അതിലുപരി ഒരു മെജോറിറ്റി ഓഫ് ദം അവര് ദേ റെസ്പെക്ട് എവരി വൺ. അവര് എന്താ പറയാ നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ലപോലെ കീപ്പ് ചെയ്യുന്നു. അപ്പൊ അവർ യാത്രകളൊക്കെ പോകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനൊക്കെ യാത്രയ്ക്ക് പോകുന്നതിനേക്കാളും അവർ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. പിന്നെ ദേ തിങ്ക് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ നമ്മളൊന്നും ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ അത്രയും എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗും അല്ലെങ്കിൽ അങ്ങനത്തെ പാക്കേജിംഗ് ഒക്കെ ആയിട്ട് പോകുന്നു. ഇപ്പൊ അങ്ങനെ പോകുന്ന ഒരുപാട് പേര് എനിക്കറിയാം നാട്ടിലൊക്കെ. അപ്പൊ അതൊന്നും നമ്മുടെ ജനറേഷൻ ചെയ്തിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞത് എൽഡേഴ്സിന്റെ അടുത്ത് മാത്രമല്ല, അവർക്ക് ഓവറോൾ എല്ലാവരോടും ബഹുമാനം കൂടുതലാണ്. അപ്പൊ അതിനാണ് നമ്മൾ ബഹുമാനം. അപ്പൊ ആ ഒരു പ്രവൃത്തി അതെ എല്ലാവരും റെസ്പെക്ട് ചെയ്യാന്നുള്ളത് പണ്ട് മിസ്സായ ഒരു കാര്യമായിരുന്നു. റെസ്പെക്ട് എൽഡേഴ്സ് അത് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്ന പരിപാടിയില്ല. കുട്ടികൾക്ക് ഒരു വിലയില്ല. പക്ഷെ അതും എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ലൈക്ക് കുട്ടികളെയും അവർ ഈക്വലി റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പ്രായമായി എന്നുള്ളതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യത്തില്ല, പക്ഷെ കുട്ടി ആയതുകൊണ്ട് വേണമെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്തേക്കാം. പക്ഷെ പ്രായമായി എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന റെസ്പെക്ട് ഇന്ത്യയിൽ മാത്രം ഉള്ളൊരു സംഭവമാണ്. നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലിനെ, ആ ഫാമിലി നമ്മൾക്ക് ചെയ്ത സാക്രിഫൈസിന്റെ പേരിലൊക്കെ നമ്മൾക്ക് അവർക്ക് സ്നേഹം കൊടുക്കണം എന്നുള്ളത് സത്യമാണ്. ഈ സ്നേഹവും റെസ്പെക്റ്റും അപ്പം അതാണ് ആ ഒരു വ്യത്യാസമാണ് മനസ്സിലാകാത്തത് ആൾക്കാർക്ക്. നമ്മൾ അവരെ സ്നേഹിക്കണം, കാരണം അവര് നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന് തിരിച്ച് നമ്മൾക്കൊരു ആ സ്നേഹം വേണം, അല്ലെങ്കിൽ ആ ഒരു നന്ദി വേണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാല് അത് നമ്മൾ ഈ ഒരു ഒബീഡിയൻസ് എന്നുള്ളതിലേക്ക് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണ്. റെസ്പെക്ട് ഈസ് നോട്ട് ഈക്വൽ ടു ഒബീഡിയൻസ് അതാണ് പറയുന്നത്. കാരണം വെച്ചാൽ പക്ഷെ നമുക്ക് നാട്ടിലെ ഒരു കാര്യം അങ്ങനെയല്ല. നാട്ടിലെന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എന്ന് പറഞ്ഞതിനർത്ഥം ഞാൻ പറയുന്നു നീ കേൾക്കുക, ഐ സെഡ് സോ എന്നുള്ളതാണ് അല്ലെ. ഭയങ്കര നമ്മൾ ചെറുപ്പത്തിൽ ചോദിക്കുക എന്തിനു ഞാനത് ചെയ്യണം, ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യണം. അതിനകത്ത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നുമില്ല, റാഷണൽ ഇല്ല. പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുകയും തിരിച്ച് അത് പറയേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. പക്ഷെ പണ്ട് അവർ നമ്മളിങ്ങനെ നോക്കും, ഞാൻ പറഞ്ഞത് ഇനഫായില്ല, ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്യണം എന്ന്. അത് തന്നെയാണ് അതിന്റെ റീസൺ ചെയ്യാനുള്ളതും. റാൻഡമായിട്ട് എന്റെ വെൽ വിഷേഴ്സ് അല്ലാത്ത എൽഡേഴ്സ്, പക്ഷെ അവരെ വരെയും ഞാൻ റെസ്പെക്ട് ചെയ്യാൻ നിർബന്ധിതയാകുന്ന ഒരു സിറ്റുവേഷൻ. കാരണം അവരെന്നേക്കാളും പ്രായമുണ്ട്. ഇപ്പം അവരുടെ നാരോ മൈൻഡഡ് ആയിരിക്കും, അവർ റേസിസ്റ്റ് ആയിരിക്കും, അവര് ഏജ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് പ്രായമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ റെസ്പെക്ട് ചെയ്യണം, കാരണം അവർക്ക് പ്രായമുണ്ടല്ലോ.
ഈ 20 വയസ്സുള്ള ഒരാൾ 41 വയസ്സുള്ള ഒരാളെയും റെസ്പെക്ട് ചെയ്യണോ, അതോ ഇത്ര സർട്ടൻ ഏജ് കഴിഞ്ഞ ആൾക്കാരെ മാത്രം റെസ്പെക്ട് ചെയ്താൽ മതിയോ? കാരണം റെസ്പെക്ട് ടു എൽഡേഴ്സ് എന്നുള്ളതാണല്ലോ പ്രൈസ്. അപ്പം എല്ലാരും റെസ്പെക്ട് ഇപ്പൊ വേറൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ശരിക്കും സമയത്തിന്റെ കാര്യം പറയണം. ഇപ്പൊ ഒരു സമയത്ത് എത്തുക എന്ന് പറയത്തില്ലേ. ഇപ്പൊ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു, അല്ലെങ്കിൽ ഒരാളെ കാണാനായിട്ട് നമ്മൾ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു നോർമൽ പണ്ടത്തെ ഒരു കാലത്തെ ചിന്താഗതി എന്ന് വെച്ചാൽ, ഇപ്പൊ മുതിർന്ന ഒരാളെയാണ് നമ്മൾ 10 മണിക്ക് വരാൻ പറഞ്ഞിട്ട് നമ്മൾ 11 മണിക്ക് പോയാൽ അത് ഭയങ്കര റെസ്പെക്ട് ആണ്. പക്ഷെ ഒരു പ്രായമുള്ള ആള് ലേറ്റ് ആയിട്ട് വന്നു, പക്ഷെ ഒരു ചെറുപ്പക്കാരനാണ് 10 മണിക്ക് വന്ന് കാത്തു നിൽക്കുന്നതെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പം മാറി. ഇപ്പോഴത്തെ കാലത്തിൽ എനിക്ക് തോന്നുന്നില്ല. അതെ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പയ്യനോട് നമ്മൾ ചോദിക്കണം, ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് നമ്മൾ ചോദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുന്നു. അപ്പം അവര് പറയണം, എനിക്ക് 5 മണിക്ക് ശേഷം എനിക്ക് കളിക്കാൻ പോകണം. അപ്പൊ 5 മണിക്കുള്ളിൽ നമുക്ക് വന്നാൽ മീറ്റ് ചെയ്യാം എന്ന് പറയണത്. അപ്പൊ നമ്മള് 5 മണിക്ക് ശേഷം കളിക്കാനല്ലേ പോകുന്നത്, അതുകൊണ്ട്. അപ്പൊ വേറൊരാൾ പറയാണ്, എനിക്ക് 5 മണിക്ക് ശേഷം എനിക്ക് ഓഫീസിൽ പോകണം. അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല്, ശരിക്കും ഇത് രണ്ടും എന്ത് പ്രവൃത്തിയാണെന്നുള്ളതല്ല. ബോത്ത് ഷുഡ് ബി ഈക്വലി റെസ്പെക്റ്റഡ്. രണ്ടുപേരുടെയും ടൈം റെസ്പെക്ട് ചെയ്യപ്പെടണം ഈക്വലി. പക്ഷെ പലരും അതിനെ, ഞാൻ പറഞ്ഞത് ഈ പ്രായം മാത്രമല്ല, ഒരു പല ആസ്പെക്റ്റിൽ പോകുമല്ലോ. അത് അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണോ അത് ആ വ്യക്തിക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അയാളുടെ സമയത്തിന് വിലയുണ്ട്. അത് ഏത് പ്രവൃത്തി ചെയ്താലും. അല്ല, റെസ്പെക്ടിന്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾക്ക് എന്താ പറയുന്നത്, കൾച്ചർ അനുസരിച്ച് വ്യത്യാസമാണ്. അപ്പൊ റെസ്പെക്ടിന്റെ ഡെഫിനിഷൻ മാറണം എന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മള് എല്ലാവരെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുന്നത്, റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കുന്നത് അത് തന്നെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ കടിച്ചു തൂങ്ങാതെ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല, അതുകൊണ്ട് നീ തന്നെ ബഹുമാനമില്ല. പിന്നെ കോമൺ ഫ്രേസസ് ആണല്ലോ, എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നോണ്ട് ഇങ്ങനെ സംഭവിച്ചു. അതെ, റെസ്പെക്ട് എവരിബഡി. അതാണ് അത് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡറോ പ്രായമോ ഒന്നും നോക്കാതെ. അല്ലെങ്കിൽ ഐ ട്രൂലി ബിലീവ് ഇഫ് യു ആർ റെസ്പെക്ടിങ് സമ്മൺ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദർ ഏജ്, ദാറ്റ് ഈസ് എ ഏജ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, എല്ലാവരും, ഒരു കുട്ടീനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കാരണം അത് അവരിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. സോ വെൻ യു ആസ്ക് ദം റെസ്പെക്ട്ഫുള്ളി, അപ്പൊ അവര് അങ്ങനെ തന്നെ വേറൊരാളിലോട്ട് പെരുമാറാൻ ശ്രമിക്കും. ഞാനത് ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എങ്ങനെ അവരുടെ അടുത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവര് മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പം പ്രായമുള്ള ആൾക്കാര് കുട്ടികളുടെ അടുത്ത് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറിയിട്ട് എനിക്കത് തിരിച്ചു വേണമെന്ന് എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുന്നു? അത് റെസ്പെക്ട് ഷുഡ് ബി ഏൺ. എല്ലാവരും ബഹുമാനം അർഹിക്കുന്നു. അതെ, എല്ലാവരും ബഹുമാനം അർഹിക്കുന്നു. അതാണ് എനിക്ക് തോന്നുന്നു. ഞാനത് ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് പുതിയ ജനറേഷന്റെ ഒരു നല്ലൊരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. പുതിയ ജനറേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരെയും ഈക്വലി റെസ്പെക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. എനിക്കൊക്കെ ഞാൻ ഇപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് നമ്മളുടെ പിന്നെയും നമ്മളിങ്ങനെ കണ്ടീഷൻ ചെയ്ത് നമ്മൾക്ക് പിന്നെയും ഇന്ന ആൾക്ക് പ്രായമായല്ലോ, അത് പിന്നെ നമുക്ക് അത് ആലോചിച്ച് നോക്കണം. ഇത്രയും നാളായിട്ട് നമുക്കത് മാറ്റാൻ പറ്റിയിട്ടില്ല. എനിക്കിതിപ്പോ പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ നമ്മൾക്ക് പിന്നെയും നമുക്ക് മനസ്സിൽ നമുക്കത് വരും, പ്രായമായല്ലോ. അപ്പം ഒരാൾ പറയുന്ന, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ അതേ പ്രായമുള്ള ഒരാള് ഒരു പൊട്ടത്തരം പറഞ്ഞെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന പോലെയല്ല പ്രായമുള്ള ഒരാള് പൊട്ടത്തരം പറഞ്ഞെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നത്. കാരണം അവർക്ക് പ്രായമായല്ലോ, അപ്പൊ നമ്മള് അത് പോട്ടേന്ന് വെക്കാം. അത് നമ്മൾ കേട്ട് നമ്മളത് പോട്ടേന്ന് വെക്കുവാണ്. അപ്പം അവർക്ക് നമ്മളൊരു പെർമിഷൻ കൊടുക്കുവാണ്, പ്രായമില്ലാത്തവരെ നിങ്ങൾക്ക് ഡിസ്റെസ്പെക്ട് ചെയ്യാം, കാരണം നിങ്ങൾക്ക് പ്രായമുണ്ട്. ആ ഒരു ഇന്ത്യൻ കൾച്ചർ നമ്മൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പുതിയ തലമുറയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഫ്യൂച്ചർ ജനറേഷനോട് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ജെൻഡർ ബേസും റെസ്പെക്ട് അർഹിക്കുന്നില്ല, അതുപോലെ തന്നെ പ്രായം ബേസും റെസ്പെക്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് അവരെ അർഹിക്കുന്നില്ല എന്നേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ജി, താങ്ക് യു വെരി മച്ച്.